ഹലോ, അപ്പോൾ ഞാൻ ഇന്നൊരു ഈസി സ്നാക്ക് റെസിപ്പി കുട്ടികൾക്കൊക്കെ പറ്റുന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിന് നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ട. ആ കോഴിമുട്ടയിലേക്ക് ഞാൻ ഇട്ടത് കുറച്ച് ഏലക്കായയും ഇത്തിരി പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് ഇട്ടതാണ്. മധുരം ഉണ്ടാവില്ല, പക്ഷേ ഞാനത് പൊടിയാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തതാണ്. പിന്നെ അതായത് പനശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് കുറച്ചൊരു മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പാലും അതും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് അടിച്ച് വെക്കുക. പിന്നെ അതാ ഒരു പാത്രം ചൂടായിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തത്. കുറച്ച് പഴുത്ത നേന്ത്രപ്പഴമാണ്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് എന്നിട്ട് അത് കുറച്ച് നല്ലോണം വഴറ്റുക. കുറച്ച് വഴന്ന് കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോഴിമുട്ടൻ്റെ അതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നിട്ട് അതൊന്ന് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമല്ലോ കോഴിമുട്ടേൻ്റെ സ്ക്രാമ്പിൾ ചെയ്യില്ലേ, അതുപോലെ ചെയ്യാം. അപ്പോൾ നല്ലോണം ചൂട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ കുറേശ്ശെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഒഴിച്ചത് ഇങ്ങനെയാവും. അത് കഴിഞ്ഞ് അത് ഒന്ന് സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് അടുത്ത സെറ്റ് ഒഴിക്കുക. അങ്ങനെ അത് ബാക്കി ഫുള്ളും അതേപോലെ ചെയ്തിട്ട് എടുക്കുക. കണ്ട ഞാനത് ഫുള്ളാക്കിയിട്ടോ. അത് കുറച്ച് ചൂടായപ്പം സൈഡ് കണ്ടില്ലേ കറുത്ത് വന്നത്. അപ്പോൾ അത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതായി നമ്മളുടെ ഈസി ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ, ഒരു വയസ്സിൻ്റെ മേലുള്ള കുട്ടികൾക്കൊക്കെ, കോഴിമുട്ടയൊക്കെ കൊടുക്കാൻ തുടങ്ങിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. നല്ല മധുരം ഉള്ളതുകൊണ്ട് അവർ കഴിച്ചോളും. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ എന്താ ചെയ്തെന്നോ, കുറച്ച് നട്ട്സിൻ്റെ പൗഡറും പിന്നെ കുറച്ച് ഡേറ്റ്സിൻ്റെ പൗഡറും കൂടി ഇട്ടപ്പം കുറച്ചും കൂടി ഹെൽത്തി ആയി. അപ്പം വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.